സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, കൂലി സിനിമയുടെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണ് എന്നൊന്ന് പറയാമോ, ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതോടൊപ്പം തന്നെ അതിനകത്ത് ചിലരിട്ടിരുന്ന ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ, കൂലി സിനിമ കണ്ടിട്ട് നിങ്ങൾ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞല്ലോ എന്ന്. എനിക്കെന്താണ് തോന്നുന്നത്, ഞാൻ അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ സിനിമയെ മറ്റേ ആഴത്തിൽ കീറി മുറിക്കുന്ന മറ്റേ കോക്ക് അതൊന്നും അല്ല സംഭവം. എനിക്കൊരു സിനിമ കാണുമ്പോൾ എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഫീൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ സിനിമ വലിയ ഭയാനക സിനിമ ആണ്, ഗംഭീരമാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഞാൻ ആ സിനിമയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ലോകേഷ് കനകരാജിൻ്റെ ചിത്രമായതുകൊണ്ടാണ് ആദ്യ ദിവസം തന്നെ സിനിമ കാണാനായിട്ടുള്ള ഒരു മെയിൻ കാരണം. പിന്നെ മറ്റൊന്ന്, രജനി എന്ന് പറയുന്ന ഒരു നടനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയലോഗ് മോഡുലേഷനും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും പ്രായം ഇത്രയായിട്ടും പ്രായത്തിന് അതീതമായിട്ട് പുള്ളി ചെയ്യുന്ന പെർഫോമൻസ്, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ആ സിനിമ ഞാൻ ആദ്യ ഷോ കണ്ടതും എൻ്റെ റിവ്യൂ പറഞ്ഞതും. ആദ്യ ദിനം ഈ സിനിമ വേൾഡ് വൈഡിൽ നിന്ന് നേടിയത് 150 കോടിയോളം രൂപയാണ്. അതൊരു ചെറിയ ഒരു സംഖ്യയൊന്നുമല്ല. 300 കോടി ബഡ്ജറ്റാണ് സിനിമ എത്തിയത്. മറ്റു ഭാഷകളിൽ നിന്നുള്ള ഒരുപാട് നടന്മാർ, അതിനകത്ത് എടുത്തു പറയേണ്ട നാഗാർജുൻ്റെ കിടിലം പെർഫോമൻസ്, പിന്നെ നമ്മുടെ സൗബിൻ്റെ, അതുപോലെ തന്നെ ശ്രുതി ഹാസൻ, അങ്ങനെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അമീർ ഖാൻ അടക്കം അവസാനത്തെ ക്യാമിയോ റോളിൽ വരുന്നത്. സെക്കൻഡ് ഡേ നമുക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള കളക്ഷൻ പറയാം. ഫസ്റ്റ് ഡേ 65 കോടിയാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ഡേ 54 കോടിയാണ്. തേർഡ് ഡേ കിട്ടിയിരിക്കുന്നത് 39 കോടി. ഫോർത്ത് ഡേ കിട്ടിയിരിക്കുന്നത് 34 കോടി. ഫിഫ്ത്ത് ഡേയിൽ ഈ ബുക്ക് മൈ ഷോയിലൂടെ ഇതുവരെ ബുക്ക് ചെയ്തിരിക്കുന്നത് 1,19 ലക്ഷം രൂപയാണ്. അപ്പോൾ ടോട്ടൽ ഈ സിനിമയുടെ ഇതുവരെയുള്ള, അതായത് ഫോർത്ത് ഡേ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 കോടിയോളം രൂപയാണ് വേൾഡ് വൈഡിൽ നിന്നും ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് സിനിമയുടെ മുതൽ മുടക്ക് ഏകദേശം അടുക്കുന്നു എന്നുള്ളതാണ്. കാരണം 5 ദിവസമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഇപ്പോഴും സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസും കിട്ടുന്നുണ്ട്. അത് സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള കളക്ഷനും തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ കളക്ഷൻ ഓരോ ദിവസം വരുമ്പോഴത്തേക്ക് അതിങ്ങനെ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂ ആണ് എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് എന്താണ് ഒരു വീഴ്ച വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ലോകേഷ് കനകരാജിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ഒരു ശക്തമായിട്ടുള്ളൊരു കഥയും തിരക്കഥയും ഉണ്ടാകും അല്ലേ. പക്ഷേ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് തിരക്കഥയിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു പാളിച്ചയാണ് ഈ സിനിമയുടെ ഒരുപക്ഷെ ഈ കളക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരാനായിട്ടുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ സിനിമയുടെ മേക്കിംഗ് ഗംഭീരമാണ്. അനിരുദ്ധിൻ്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് പെർഫോമൻസ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രജനീകാന്ത് തൊട്ട് ഇതിനകത്ത് ചെയ്തിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. കാരണം ഓരോ ലാംഗ്വേജിൽ നിന്ന് വന്നിട്ടുള്ള അവിടുത്തെ സൂപ്പർ നടന്മാർക്ക് കൃത്യമായ രീതിയിലുള്ള അവരെ കാണിക്കുമ്പോൾ, ആ ഒരു എൻട്രി കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ബീജിയം ആണെങ്കിലും അവരെ കാണിക്കുന്ന ഒരു സംഭവമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടാണ് അത് ലോകേഷ് ചെയ്തു വെച്ചത്. പക്ഷേ ഒരു ലോകേഷ് ഇത്രമായിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലോകേഷിൻ്റെ വിക്രം ആണെങ്കിലും അല്ലെങ്കിൽ കൈദി സിനിമ ആണെങ്കിലും അതുപോലെ അത്ര ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിനിമ ആയിട്ടൊന്നും നമുക്കിതിനെ തോന്നില്ല. എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും. കാരണം എവിടെയും നമുക്ക് ലാഗോ ബോറടിയോ അങ്ങനെയുള്ള സംഭവം തോന്നിയില്ല. അണ്ണൻ്റെ ആ സ്റ്റൈലൊക്കെ കണ്ട് കുറച്ച് പഴയ സംഭവമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിനകത്ത്, അതെല്ലാം കാണാം. പിന്നെ ഇവരുടെ പെർഫോമൻസ് ഒക്കെ നമുക്കിങ്ങനെ കണ്ടിരിക്കാം. അതായിരുന്നു ഞാൻ ആ സിനിമയെക്കുറിച്ചിട്ട് എൻ്റെ ഒരു നിലപാടും അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ എന്തായാലും 300 കോടി ചിത്രത്തിന് അതിൻ്റെ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് തന്നെ ഏകദേശം മുതൽ മുടക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സിനിമ. ഇനി വരും ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലൊക്കെ സിനിമയ്ക്ക് അത്യാവശ്യം കളക്ഷൻ കിട്ടിയാലും സിനിമ നല്ലൊരു ഇതിലേക്ക് പോകും. കാരണം അത്ര വലിയൊരു പരാജയത്തിലേക്ക് സിനിമ പോകത്തില്ല എന്നാണ് കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ, അതിൻ്റെ ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, കിട്ടു സാധനമല്ലായിരുന്നു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. ഇനി ഓണം റിലീസായിട്ട് ഇനി നമുക്ക് മുമ്പിലേക്ക് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ഒരു പിടി പുതിയ ചിത്രങ്ങൾ, അതിൽ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന 2-3 സിനിമകളുണ്ട്. അതിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം, അതുപോലെ തന്നെ നെസ്ലിനും കല്യാണി പ്രിയദർശനും എത്തുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര, അതോടൊപ്പം തന്നെ ഫഫയുടെ കല്യാണിയും എത്തുന്ന സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയുണ്ട്, നമ്മുടെ അനുഷ്ക ഷെഡ്ഡി വിക്രം പ്രഭു നായകനായിട്ട് എത്തുന്ന ഘാട്ടി എന്ന് പറയുന്നൊരു സിനിമ. അടിപൊളി ട്രെയിലറായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട. സെപ്റ്റംബർ 5-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നുണ്ട്. എന്താണെങ്കിലും സിനിമ കണ്ടേ പറ്റത്തുള്ളൂ. അതുപോലത്തെ ഒരു ട്രെയിലറായിരുന്നു. കാരണം പുള്ളിക്കാരിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറയണ്ടല്ലോ അല്ലേ. അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനും എനിക്കൊന്ന് ഇന്ത്യയിൽ ഇപ്പം ഒരു നടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരി തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അപ്പോൾ എന്തായാലും ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. സിനിമ മുതൽ മുടക്കിന് മുകളിലേക്ക് എത്തുമോ അതോ ഒരു വൻ പരാജയമായി പോകുമോ എന്നുള്ള അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.